ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് പ്രഭാത കർമ്മങ്ങളിലൂടെ തുടങ്ങുകയാണ്. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വട്ടാന്നും എല്ലാം തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ ചുമ്മാ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൺഡേ മോർണിംഗ് ചായയോടുകൂടെ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ചായയോട് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇവിടെ സാധാരണയായിട്ട് ഞാൻ നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉമ്മി എന്തെങ്കിലും ഉണ്ടാക്കും. ഉമ്മിയാണ് നേരത്തെ എഴുന്നേൽക്കുന്നതെങ്കിൽ ഉമ്മി ഉണ്ടാക്കാറാണ് പതിവ്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനാണ് നേരത്തെ എഴുന്നേറ്റിട്ടുള്ളത്. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും. ചപ്പാത്തിയും അതുപോലെ ഉള്ളിക്കറി ഉണ്ടാക്കാനാണ് പ്ലാനിങ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും മുളകും ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും ആണ് എടുത്തിട്ടുള്ളത്. ഉള്ളിക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടില്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, പിന്നീട് നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിയും അതുപോലെ ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടാണ്, തൊട്ട് അടുത്ത് നിൽക്കുന്ന വീടാണ്. അപ്പം ഞാനിവിടെ ചുമ്മാ വന്നതാണ്. അപ്പം മാമി എന്തോ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ്, അപ്പം എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇത് അവിടുത്തെ വീട്ടിലെ ഉമ്മയാണ്. ഉമ്മയായിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ അടുക്കളയിലോട്ട് കയറിയപ്പോൾ മാമി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയിലായിരുന്നു. ചിക്കൻ ചോറ് പറ്റിച്ചതും പിന്നെ ഗ്രേവി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് നോക്കിയതാണ്. അപ്പം മാമിയായിട്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസ് റിലേഷനാണ്. പാവമാണ്, ആളൊരു പാവമാണ്. നല്ല കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മാമി എന്തെങ്കിലുമൊക്കെ ഡിഷൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഞങ്ങൾ വിളിക്കാറുണ്ട്, അതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കാറുണ്ട്. ഞാൻ ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു ഗൈസ്. പിന്നെ ഉച്ചയ്ക്ക് ചോറും തോരനും പുളിമുളകും കറിയായിരുന്നു. അതുമാത്രമല്ലായിരുന്നു, അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന നെച്ചോറും കറിയും ഉണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. ഇനി രാത്രിത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കാൻ ഉള്ള തന്ത്രപ്പാടിലാണ്. രാത്രിയിൽ ഞാൻ ചപ്പാത്തിയും ഗ്രേവി ഉണ്ടാക്കാൻ നിൽക്കുവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് കുറച്ച് എണ്ണ എടുത്ത്, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 10 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. ശേഷം പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി ഒരു ചെറിയ വലിപ്പത്തിലുള്ളതും പിന്നെ വെളുത്തുള്ളി 6 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ആ കടായി തന്നെ വലിയ ഉള്ളി ഒരു 4 എണ്ണം നന്നായിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. നീളത്തിന് മുറിച്ചെടുത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വാടി വന്നതിന് ശേഷം വേണം നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാൻ. സോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം മുളക് പൊടി 1 ടീസ്പൂൺ, അതിന് ശേഷം മല്ലിപ്പൊടി 1 ടീസ്പൂൺ. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടതിന് ശേഷം പിന്നെ ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി
പിന്നെ അത് മൂന്നും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു ഗ്രേവി ഇളക്കും. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതങ്ങ് പാത്രം വെച്ച് അടച്ചു വെക്കത്തേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. നന്നായിട്ട് ഒന്ന് ഇളക്കണം. അതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും ആണ് നമ്മളിതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ മസാലകൾ നമ്മളിട്ട് കൊടുത്ത മസാലകളുടെ എല്ലാം പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മളിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു താല യൂസ് ചെയ്ത് നമ്മളിതിൽ ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചേക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് കറി എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാൻ വേണ്ടി അടപ്പ് തുറന്ന് നോക്കിയതാണ്. പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ തുറന്ന് കറി ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുക. കറി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയും ദോശയും ചുടാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ചോറിങ്ങനെ പറ്റിച്ചെടുത്ത് ബിരിയാണിയാക്കി. ബിരിയാണി റൈസിന് ചോറ് പറ്റിച്ചെടുത്ത് ഇപ്പം അടിപൊളി ബിരിയാണി കിട്ടി. അടിപൊളി എഗ് ബിരിയാണിയും അങ്ങനെ സലാഡും റെഡിയാക്കി കഴിച്ച് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ എഗ് ബിരിയാണി തിന്നുകൊണ്ടിരിക്കാൻ നേരമായിരുന്നു അപ്പുറത്ത് ആരോ വന്നത് കണ്ടത്. മാമിയുടെ ആങ്ങളയായിരുന്നു. വന്നിട്ട് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ അവർ പോകുന്നതും കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നു. അപ്പം മാമിയും കുറേ പിള്ളേർ മുറ്റത്തിരിക്കുന്നത് കണ്ടു. മാമിയുടെ പിള്ളേരല്ല, അയലത്തൊക്കെയുള്ള പിള്ളേരാണ്, കളിക്കാൻ വരുന്നതാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. കൊട്ടിയിൽ ഹോട്ടൽ എന്നാണ് ആ ഹോട്ടൽ അറിയപ്പെടുന്നത്. അപ്പം എല്ലാ ഡിഷസും ഉണ്ട് ഈ ഹോട്ടലിൽ. അവിടെ ഈ ഒരു മുപ്പട്ടി എന്ന് പറയുന്ന ഹോട്ടലിൽ വിവിധ തരം ഡിഷസും ഉണ്ട്. ചൈനീസ് ഫുഡ്സ്, അതുപോലെ മറ്റ് പൊറോട്ട, ചിക്കൻ ഫ്രൈ, ബിരിയാണീസ്, അങ്ങനെ പലതരം ബിരിയാണീസ്, മന്തി, കുഴിമന്തി, അങ്ങനെ പലതരം ഫുഡുകൾ ഈ ഒരു ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ രുചി എന്ന് പറയുന്നത് നല്ല അസാധ്യ രുചിയാണ്. എല്ലാ ഫുഡിനും അവർ സപ്ലൈ ചെയ്യുന്ന എല്ലാ ഫുഡിനും അതിൻ്റേതായ നല്ല രുചിയുണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വീട്ടിൽ ആഹാരമൊന്നും വെക്കാത്തപ്പോൾ നമ്മളവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. നല്ല കടയാണ്. നല്ല ആഹാരവും നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള രീതിയിലാണ് അവർ ആഹാരമെല്ലാം വെക്കുന്നത്. നല്ല വൃത്തിയായിട്ടാണ് ആഹാരമെല്ലാം പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആഹാരമെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് വെക്കുന്നത്. നല്ല രുചിയിലുള്ള ആഹാരമാണ് ചെയ്യുന്നത്.